എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വിപ്ലവങ്ങൾക്ക് പിന്നിലും ലൈംഗികാപവാദ കഥകൾക്കും കിംവദന്തികൾക്കും പ്രമുഖ സ്ഥാനമുണ്ടായിരിക്കും. റഷ്യയിലും അതങ്ങനെ തന്നെ. ഇത്തിരി കൂടിപ്പോയോ എന്ന് മാത്രമാണ് സംശയം. റഷ്യൻ ചക്രവർത്തി സർ നിക്കോളസ് രണ്ടാമൻ്റെ ഭാര്യ അലക്സാണ്ട്ര ഒരു ജർമ്മൻ രാജകുമാരിയായിരുന്നു. അതേസമയം റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ യുദ്ധം ചെയ്യുന്നതോ ജർമ്മനിയുമായിട്ട്. ഇത് മതിയല്ലോ കഥകളുണ്ടാക്കാൻ. യുദ്ധത്തിൽ റഷ്യൻ പട്ടാളക്കാർക്ക് തോറ്റോടേണ്ടി വന്നപ്പോൾ അതിന് നാട്ടിലുണ്ടായ ന്യായീകരണം ഈ കിംവദന്തിയാണ്. രാജ്ഞിയുടെ ജർമ്മൻ ബന്ധം മൂലമാണ് യുദ്ധത്തിൽ തിരിച്ചടി കിട്ടിയത് എന്നാണ് കരക്കമ്പി. ഈ സമയത്ത് തന്നെയാണ് റഷ്യൻ രാജകുടുംബത്തിൽ റാസ്പുട്ടിൻ എന്ന ഒരു രാഷ്ട്രീയ സന്യാസി കയറി വിലസുന്നത്. റാ റാ റസ്പുട്ടിൻ ലവർ ഓഫ് ദി റഷ്യൻ ക്യൂൻ എന്ന പാട്ടിലെ അതേ റാസ്പുട്ടിൻ തന്നെ. അത്ഭുത പ്രവൃത്തികളും രോഗശുശ്രൂഷയും ആത്മീയതയും അങ്ങനെയൊക്കെയാണ് പുള്ളി കൊട്ടാരത്തിൽ കയറി പറ്റുന്നത്. ചക്രവർത്തിയുടെ മകന് ഹീമോഫീലിയ എന്ന അസുഖമുണ്ടായിരുന്നു. അക്കാലത്ത് അതിന് ചികിത്സയില്ല. രോഗി ശുശ്രൂഷകരായ ആൾദൈവങ്ങൾ ആ ഗ്യാപ്പിലാണല്ലോ നുഴഞ്ഞു കയറുക. റാസ്പുട്ടിനും അങ്ങനെ തന്നെ കൊട്ടാരത്തിനുള്ളിൽ കയറി. പക്ഷേ രാജ്യകാര്യങ്ങളിലുള്ള പുള്ളിയുടെ ഇടപെടൽ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെ പുള്ളിക്ക് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുത്തു. റാസ്പുട്ടിനും ചക്രവർത്തിനിയും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടെന്ന ഒരു കിംവദന്തി പരന്നു. അതുകൊണ്ടായില്ല ചക്രവർത്തിനിക്ക് തൻ്റെ തോഴിയുമായി സ്വവർഗ ലൈംഗിക ബന്ധമുണ്ട് എന്ന മറ്റൊരു കിംവദന്തി. ആകെ ടോട്ടൽ മൊത്തം ലൈംഗിക അപവാദ പ്രളയം. കൊട്ടാരത്തിൽ നടക്കുന്നത് മൊത്തം ലൈംഗിക പേക്കൂത്തുകളാണെന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. വിപ്ലവത്തിന് സമൂഹം പാകമാകുക വർഗവൈര്യങ്ങൾ മൂർച്ഛിക്കുമ്പോഴാണ് എന്ന പ്രബലമായ ഒരു വാദമുണ്ട്. പക്ഷേ ലൈംഗിക ആരോപണങ്ങളാണ് പല വിപ്ലവങ്ങളെയും നിർണ്ണയിച്ചിട്ടുള്ളത് എന്നതൊരു തമാശയായി നമുക്ക് തോന്നാം. 1789 ഫ്രഞ്ച് വിപ്ലവത്തിലും ഇതേപോലെ തന്നെ ആ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണ കഥകൾ ജനങ്ങൾക്കിടയിൽ പരന്നിരുന്നു, അല്ലെങ്കിൽ പരത്തിയിരുന്നു. ഫ്രഞ്ച് രാജ്ഞിയായിരുന്ന മേരി ആൻറ്റോയിനയെ പറ്റിയും രാജാവ് ലൂയി 16 പറ്റിയും. രാജാവ് ഷണ്ടനായിരുന്നു. അതുമതിയല്ലോ രാജ്ഞിയുടെ രഹസ്യബന്ധങ്ങളെപ്പറ്റി കഥകൾ ഉണ്ടാക്കാൻ. സത്യത്തിൽ ഈ രണ്ട് കിംവദന്തികളിലും ഒരു വസ്തുതയും ഉണ്ടായിരുന്നില്ല. കിംവദന്തികൾക്ക് തെളിവുകൾ ആവശ്യമില്ല, അതങ്ങോട്ട് വർക്കൗട്ടായിക്കോളും. അതുമതി ഈ വിപ്ലവം നടക്കാൻ. എന്താണ് വിപ്ലവങ്ങളുടെ രുചിക്കൂട്ടുകൾ? കിംവദന്തികൾ, പാതിബന്ധ സത്യങ്ങൾ, വളച്ചൊടിക്കലുകൾ, പത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന നുറുങ്ങു വിവരങ്ങളുടെ വക്രീകരണങ്ങൾ, സങ്കല്പങ്ങൾ, പൊലിപ്പിക്കലുകൾ, ഇവയെല്ലാം ഒരു പ്രത്യേക അനുപാതത്തിൽ ചേരുന്നതോടെ വിപ്ലവം റെഡിയായി. ഒരു കിംവദന്തി എത്രമാത്രം അസത്യമാണെങ്കിലും ഒരിക്കൽ അത് പൊതുവിശ്വാസത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ വസ്തുതയായി മാറും. 1916 ഡിസംബർ 16 റാസ്പുട്ടിൻ എന്ന ആൾദൈവം വധിക്കപ്പെട്ടു. ആരാണ് കൊന്നതെന്നറിയില്ല. കൊന്നവർ പുള്ളിയുടെ ശവശരീരം നോവ നദിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അത് പൊങ്ങാൻ 2 ദിവസം വേണ്ടി വന്നു. റാസ്പുട്ടിൻ ദിവ്യശക്തിയുള്ള ആളാണെന്ന് കൊട്ടാരത്തിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിലും ഒരു വിശ്വാസമുണ്ടായിരുന്നു. നദിയിൽ റാസ്പുട്ടിൻ്റെ ശവശരീരം പൊങ്ങി വന്നതെറിഞ്ഞ് കുലകളും ചന്തകളുമായ സ്ത്രീകളും പുരുഷന്മാരും അവിടെ തടിച്ചുകൂടി. റാസ്പുട്ടിൻ്റെ ശവശരീരത്താൽ പവിത്രീകരിക്കപ്പെട്ട വിശുദ്ധ ജലം, ഗംഗാജലം പോലെ അവർ ഭക്തിപൂർവ്വം ശേഖരിച്ചു. അവരങ്ങനെ പിന്നീട് ഉള്ള നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു മാതൃകയായി. ഈ സമയത്ത് യുദ്ധം മൂലം രാജ്യം മുഴുവൻ പട്ടിണിയായിരുന്നു. റൊട്ടി കിട്ടാതെ ആളുകൾ വലഞ്ഞു. അപ്പോൾ പുതിയ ഒരു കിംവദന്തി കൂടി പരന്നു. റഷ്യയിലെ റൊട്ടി ശത്രുക്കളായ ജർമ്മനിക്ക് കൊടുത്ത് ജർമ്മൻകാരിയായ രാജ്ഞി റഷ്യയിൽ പട്ടിണി സൃഷ്ടിക്കുന്നു. ഈ ന്യൂസ് സൈന്യത്തിനുള്ളിലും പരന്നു. സൈന്യത്തിൻ്റെ ആത്മബലം നഷ്ടപ്പെട്ടു. ഇത്തരം കാരണങ്ങൾ കൊണ്ടല്ലാതെ തന്നെ റഷ്യൻ പട്ടാളക്കാർ തോറ്റോടുകയായിരുന്നു. ആയിരക്കണക്കിന് പട്ടാളക്കാർ ശത്രുവിന് കീഴടങ്ങാതെ തോറ്റോടിയ പലരും ഒളിച്ചുപോയി. അവർ അവരുടെ കയ്യിലുള്ള തോക്കുകൾ ഉപയോഗിച്ച് നാട്ടിൽ കൊള്ള ആരംഭിച്ചു. യുദ്ധം മൂലമുള്ള പട്ടിണി, കൊള്ള മൂലമുള്ള അരാജകത്വം, തൊഴിലാളി വർഗത്തിൻ്റെ പണിമുടക്കുകൾ, ജനങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി സർ നിക്കോളാസ് ചക്രവർത്തി തന്നെ ബാക്കിയുള്ള സൈന്യത്തിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തു. കാര്യമൊന്നും ഉണ്ടായില്ല. ഈ സമയം റൊട്ടിക്ഷാമം ഒരു പ്രധാന പ്രശ്നമായി പടരുക തന്നെയായിരുന്നു. റൊട്ടിക്കടകളുടെ മുന്നിൽ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടു. ക്യൂവിൻ്റെ സമയം നീളുന്നതിനനുസരിച്ച് ക്യൂ നിൽക്കുന്നവർ തമ്മിൽ രാഷ്ട്രീയം പറയാൻ സൗകര്യമുണ്ടായി. രാഷ്ട്രീയത്തോടൊപ്പം അവർ കിംവദന്തികൾ കൈമാറി. വിപ്ലവത്തിന് വേണ്ട ചേരുവകൾ തനിയെ ചേരുകയായിരുന്നു. അതിലൂടെ രാജ്യം വിപ്ലവത്തിന് പാകമാകുകയായിരുന്നു. 1917 ഫെബ്രുവരി ആയപ്പോഴേക്കും റൊട്ടി പ്രശ്നം ഏറ്റവും വലിയ കീറാമുട്ടിയായി മാറി. പെട്രോഗാഡിലെ ബേക്കറികൾക്ക് മുമ്പിൽ നീണ്ട ക്യൂ. സത്യത്തിൽ അന്ന് റഷ്യയെ ചതിച്ചത് കാലാവസ്ഥയാണ്. റഷ്യയിൽ അന്ന് മിനിമം ഒരാഴ്ചത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണം വിവിധ സംഭരണികളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് പെട്രോഗാഡിൽ എത്തണ്ടേ. ഫെബ്രുവരിയാണ്. റഷ്യയിൽ രൂക്ഷമായ തണുപ്പ്. വെറും തണുപ്പെന്ന് പറഞ്ഞാൽ പോരാ,
റഷ്യ അതുവരെ അനുഭവിക്കാത്തത്ര മഞ്ഞുവീഴ്ച, തലസ്ഥാനത്തേക്കുള്ള വാഹന ഗതാഗതം തകരാറിലായി. അതുകൊണ്ടായിരുന്നു റൊട്ടിയും ഇന്ധനവും പെട്രോഗാർഡിൽ എത്താഞ്ഞത്. പക്ഷേ കിംവദന്തികൾ പ്രചരിപ്പിക്കപ്പെട്ടു. രാജ്ഞി ജർമ്മൻകാരിയാണല്ലോ. രാജ്ഞിയുടെ ബന്ധുക്കളായ ജർമ്മൻകാരും ജൂതന്മാരുമായ മുതലാളിമാരും കൂടി ചേർന്ന് റൊട്ടി പൂഴ്ത്തിവെച്ച് റൊട്ടി ക്ഷാമം ഉണ്ടാക്കുന്നു. ഫെബ്രുവരി 23-ന് അന്തരീക്ഷ ഊഷ്മാവ് ഒന്ന് ഉയർന്നു എന്ന് പറഞ്ഞാൽ -5 ഡിഗ്രി വരെയായി. അധികം ചൂടില്ലാത്ത വെയിൽ. അപ്പോഴതാ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു പ്രകടനം നഗരത്തിലേക്ക് വരുന്നു. കടകളിലും ഓഫീസുകളിലും തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സ്ത്രീകളായിരുന്നു ആ ജാഥയിലധികവും. അവർക്കറിയില്ലായിരുന്നു ഈ ജാഥ സാർ ചക്രവർത്തിയുടെ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കാനാണ് പോകുന്നതെന്ന്. വർഷങ്ങൾക്ക് ശേഷം ഈ ദിവസത്തെയാണ് ലോകം അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നും ആ സ്ത്രീകൾക്കറിയാമായിരുന്നില്ല. സൂര്യവെളിച്ചം കണ്ടപ്പോൾ മഞ്ഞുകാല നിദ്രയിൽ നിന്ന് ഉണർന്നു വന്നവർ മാത്രമായിരുന്നു അവർ. അവർക്ക് വേണ്ടിയിരുന്നത് ലേശം അപ്പവും ഇത്തിരി സമാധാനവും മാത്രമായിരുന്നു. തുണിമില്ലിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളി സ്ത്രീകൾ വളരെ മുമ്പ് തന്നെ റൊട്ടിക്ക് വേണ്ടിയുള്ള സമരം നടത്തുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം മെറ്റൽ വർക്ക്സിലെ പുരുഷ തൊഴിലാളികളും വിവിധ ഫാക്ടറികളിലെ തൊഴിലാളികളും ചേർന്നു. എല്ലാവരും പട്ടിണി കൊണ്ട് വലഞ്ഞിരിക്കുകയായിരുന്നു. അവർ ചങ്ക് പൊട്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഡൗൺ വിത്ത് ദി സാർ, സാറിനെ താഴെ ഇറക്കുക, അതായിരുന്നു പ്രധാന മുദ്രാവാക്യം. ഈ ജാഥയെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിക്കാതിരുന്നില്ല. നഗരഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധമനിയായ നെവസ്കി പ്രോസ്പെക്റ്റ് പോലുള്ള പ്രധാന സ്ഥലങ്ങളിൽ പ്രകടനക്കാർ എത്താതിരിക്കാൻ വേണ്ടി അവർ പല പരിപാടികളും ഇട്ടു. പ്രക്ഷോഭം ആളിപ്പടരരുത്, അതായിരുന്നു അവരുടെ ലക്ഷ്യം. പോലീസ് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചു. ചില സ്ഥലങ്ങളിൽ പോലീസ് ചെറിയ ബലപ്രയോഗവും നടത്തി. എന്നാൽ പ്രകടനം വ്യാപകമായതോടെ പോലീസിന് ഒന്നും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആകെ പറ്റുക പട്ടാളത്തെ വിളിക്കലാണ്. ആരോ വിളിച്ചു, പട്ടാളം അന്ന് തന്നെ വന്നു. റഷ്യൻ പട്ടാളത്തിലെ കൊസാക്ക് സൈനികർ, ഭരണകൂടത്തിൻ്റെ വാച്ച് ഡോഗുകൾ എന്നവർ അറിയപ്പെട്ടു. കുതിരകളെ മെരുക്കിയും കുതിരപ്പുറത്തിരുന്ന് യുദ്ധങ്ങൾ ചെയ്തും പ്രശസ്തി നേടിയവരായിരുന്നു അവർ. ക്രൂരതയ്ക്കും ജനക്കൂട്ടത്തെ അടിച്ചമർത്തുന്നതിനുള്ള കഴിവിനും പേരുകെട്ടവർ. അവർക്ക് പ്രക്ഷോഭകരെ നേരിടാൻ ഈസിയായിരുന്നു. പക്ഷേ അവർ, പ്രത്യേകിച്ച് യുവാക്കളായ കൊസാക്ക് റിസർവിസ്റ്റുകൾ, പ്രകടനക്കാരെ ശക്തമായി എതിർക്കാൻ തയ്യാറായില്ല. എന്തിന്? ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ഉപയോഗിക്കുന്ന ചാട്ടവാറുകൾ പോലും അവർ ഉപയോഗിച്ചില്ല. കാരണം റൊട്ടിക്ഷാമം ഒരു റഷ്യൻ യാഥാർത്ഥ്യമായിരുന്നു. പ്രകടനക്കാർ സൈനികരോട് വിളിച്ച് അഭ്യർത്ഥിച്ചു, ചക്രവർത്തിയെ ഉപേക്ഷിച്ച് ഞങ്ങൾക്കൊപ്പം കൂടൂ. ആദ്യ ദിവസം വലിയ തോതിൽ സൈനികർ വെടിവെപ്പ് നടത്തിയതിന് തെളിവുകളൊന്നുമില്ല. പക്ഷേ ചില ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ രാത്രിയായപ്പോൾ ആൾക്കൂട്ടം പിരിഞ്ഞുപോയി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പക്ഷേ അന്നവർ കൈവഴികളായി പിരിഞ്ഞത് പിറ്റേന്ന് സമുദ്രമായി ഒരുമിക്കാനായിരുന്നു. പിറ്റേന്ന് കാലത്ത് നഗര കേന്ദ്രത്തിലേക്ക് ഇരച്ചെത്തിയത് 1.5 ലക്ഷം പേരാണ്. ചുറ്റികകൾ, സ്പാനറുകൾ, ഇരുമ്പ് കഷ്ണങ്ങൾ എല്ലാം അവർ കയ്യിലെടുത്തിരുന്നു. ഭക്ഷ്യക്കലവറകൾ അടിച്ചു തകർത്ത് പട്ടിണി കിടക്കുന്നവർക്ക് വിതരണം ചെയ്യണം. അതായിരുന്നിരിക്കണം അവരുടെ ഉദ്ദേശം. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ സ്റ്റാമെൻസ്കോയ ചതുരത്തിലേക്ക് എല്ലാത്തരം ആളുകളും വന്നു ചേർന്നു. ദുർബലരായ പോലീസുകാർ അവരെ നോക്കി നിന്നു. നേതാക്കൾ പ്രസംഗിച്ചു, ജനം കേട്ടു. അന്നും ഒന്നും സംഭവിച്ചില്ല. നാം മുമ്പ് സൂചിപ്പിച്ച നവസ്കി പ്രോസ്പെക്റ്റ് എന്ന തെരുവിൽ പ്രകടനക്കാർ എത്തിയപ്പോൾ കൊസാക്ക് കുതിരപ്പടയാളികൾ പ്രകടനക്കാരെ അന്ന് തടഞ്ഞു. അപ്പോൾ പ്രകടനക്കാർക്കിടയിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. അവൾ റോസാപ്പൂക്കളുടെ ഒരു ബൊക്കയെടുത്ത് സൈനിക മേധാവിക്ക് സമ്മാനിച്ചു. അദ്ദേഹം കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അത് പ്രതീകാത്മകമായ ഒരു വിജയമായിരുന്നു, മനഃശാസ്ത്രപരമായ ഒരു വിജയമായിരുന്നു. ആളുകൾക്ക് മനസ്സിലായി എവിടേക്കാണ് ഈ സമരം പോകുന്നതെന്ന്. അടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 25-ന് തലേന്നത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇരച്ചെത്തി. അപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം പുറത്തു വന്നു. ചുവന്ന കൊടികൾ, ബാനറുകൾ, മുദ്രാവാക്യങ്ങൾ, ഡൗൺ വിത്ത് ദി സാർ, ഡൗൺ വിത്ത് ദി വാർ. പക്ഷേ അന്ന് പട്ടാളത്തിൻ്റെ രീതികൾ മാറി. അവർക്ക് സാറിൽ നിന്നും കർശന നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നു. ചില സൈനിക യൂണിറ്റുകൾ ജനക്കൂട്ടത്തിന് നേർക്ക് വെടിയുതിർത്തു. പ്രത്യേകിച്ചും നെവസ്കി പ്രോസ്പെക്റ്റ്, അതുപോലെ സാസ്റ്റവ പോലുള്ള പ്രദേശങ്ങളിൽ അവിടെ വെടിവെപ്പുകൾ നടന്നു. ചരിത്രരേഖകൾ പ്രകാരം ഈ ദിവസം ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. പിറ്റേന്നും, അതായത് ഫെബ്രുവരി 26-ന് വെടിവെപ്പുകൾ ശക്തമായി. പ്രത്യേകിച്ച് നഗരത്തിൻ്റെ കേന്ദ്രഭാഗങ്ങളിൽ സൈനികർ ജനക്കൂട്ടത്തിന് നേർക്ക് തോക്കുകൾ ഉപയോഗിച്ചു. ചില റിപ്പോർട്ടുകൾ പ്രകാരം 100-ലധികം പേർ ഈ ദിവസം കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതേ ദിവസം തന്നെ ചില സൈനിക യൂണിറ്റുകൾ കലാപകാരികൾക്ക് ഒപ്പം ചേർന്ന സംഭവം ഉണ്ടായി. ഇത് പറയുമ്പോൾ
വോൾഹീനിയൻ റെജിമെൻറ്റിനെ കുറിച്ച് പ്രത്യേകം നമുക്ക് പറയാതിരിക്കാനാവില്ല. വോൾഹീനിയൻ റെജിമെൻറ്റ് റഷ്യൻ സാമ്രാജ്യ സൈന്യത്തിലെ ഒരു പ്രധാന കാലാൾപ്പടയായിരുന്നു. ഇന്നത്തെ ഉക്രൈനയിൽ നിന്നുള്ള സൈനികരായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇവരോടാണ് പെട്രോഗാഡിലെ പ്രകടനക്കാരെ അടിച്ചമർത്താൻ സൈനിക മേധാവികൾ ഉത്തരവ് നൽകിയത്. എന്നാൽ ഈ റെജിമെൻറ്റിലെ സൈനികർ ജനക്കൂട്ടത്തിന് നേർക്ക് വെടിയുതിർക്കാൻ സമ്മതിച്ചില്ല. ഫെബ്രുവരി 27 എല്ലാവരും ഞെട്ടിത്തെറിച്ച ഒരു സംഭവം നടന്നു. റെജിമെൻറ്റിലെ ഒരു സീനിയർ നോൺ കമ്മീഷൻഡ് ഓഫീസറായിരുന്നു സർജൻറ്റ് ടിമോഫി ക്രിപ്പിച്ചിക്കോവ്. അദ്ദേഹം ആകെ വിഷമിച്ചിരിക്കുകയാണ്. തലേന്ന് സൈന്യം വെടിവെച്ച് കൊന്നവരിൽ തൻ്റെ അമ്മയും ഉൾപ്പെട്ടുപോകും. ആരോ അങ്ങനൊരു വാർത്ത അദ്ദേഹത്തോട് പങ്കുവച്ചിരുന്നു. പുള്ളി കരഞ്ഞ് കണ്ണ് കലങ്ങിയിരിക്കുന്ന സമയത്താണ് ഒരു ഓഫീസർ വന്ന് ആജ്ഞാപിക്കുന്നത് പ്രക്ഷോഭകരെ വെടിവെച്ച് കൊല്ലാൻ. ക്രിപ്പിച്നിക്കോവിന് ഭ്രാന്ത് കയറി. പുള്ളി ഉടൻ തോക്കെടുത്ത് ആ ഓഫീസറെ വെടിവെച്ച് കൊന്നു. പിന്നീട് റഷ്യ കാണുന്നത് ക്രിപ്പിച്നിക്കോവിൻ്റെ നേതൃത്വത്തിൽ വോൾഹീനിയൻ റെജിമെൻ്റ് എന്ന സൈനിക വ്യൂഹം റഷ്യൻ ഭരണകൂടത്തിൻ്റെ എതിരെ തിരിയുന്നതാണ്. അവർ ആയുധങ്ങളുമായി പുറത്തിറങ്ങി. അവർ പ്രകടനക്കാർക്കൊപ്പം ചേർന്നു. ഈ വാർത്തയെറിഞ്ഞ് മറ്റ് സൈനിക യൂണിറ്റുകളും ഇതേ പാതയിലേക്ക് തിരിച്ചു. പ്രിബഷൻസ്കി റെജിമെൻറ്റ്, പാവ്ലോസ്കി റെജിമെൻറ്റ്, ഈ 2 യൂണിറ്റുകളും വിപ്ലവപാതയിലേക്ക് മാറി എന്ന് വെച്ചാൽ അതിനർത്ഥം വളരെ സിമ്പിളായിരുന്നു. സൈന്യത്തിൻ്റെ വലിയൊരു വിഭാഗം വിപ്ലവകാരികളുടെ പക്ഷത്തേക്ക് മാറി. റഷ്യൻ വിപ്ലവത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത 3 റെജിമെൻറ്റുകളാണ് പ്രിബഷൻസ്കി, പാവ്ലോസ്കി, വോൾഹീനിയൻ റെജിമെൻറ്റുകൾ. അവരുടെ കോൺട്രിബ്യൂഷൻ, അവിടുത്തെ സൈനികരുടെ മനോഭാവത്തിൽ വന്ന മാറ്റം, അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നു. സ്വതവേ ദുർബലരായിരുന്ന പോലീസിനെതിരെ അവർ തിരിഞ്ഞു. അവരുടെ പോലീസിൻ്റെ ആയുധശേഖരങ്ങൾ അവർ പിടിച്ചെടുത്തു. സർഭരണത്തിൻ്റെ അവസാനം കുറിക്കപ്പെട്ടു. ഇനി ചക്രവർത്തി സ്ഥാനം ത്യാഗം ചെയ്യുകയേ വേണ്ടൂ. ചരിത്രത്തിൻ്റെ ഓരോ ഗതിവിഗതികൾ റൊട്ടിക്കും ഇത്തിരി സമാധാനത്തിനും വേണ്ടി സ്ത്രീകൾ തുടങ്ങിയ ഒരു ജാഥ ഇപ്പോൾ മറ്റൊരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയുധപ്പുരകളും ടെലിഫോൺ എക്സ്ചേഞ്ചുകളും പിടിക്കുക, റെയിൽവേ സ്റ്റേഷനുകളുടെയും പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സുകളുടെയും ജയിലുകളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുക എന്നീ വലിയ ലക്ഷ്യങ്ങളിലേക്ക് കലാപം മുന്നേറുകയാണ്. സത്യത്തിൽ ഈ വിപ്ലവത്തിന് നേതാക്കൾ ഇല്ലായിരുന്നു, രാഷ്ട്രീയ പാർട്ടികളും ഇല്ലായിരുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരിൽ അധികവും പിന്തുണച്ച പാർട്ടി സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടിയായിരുന്നു. അവരുടെ അധികം നേതാക്കളും ജയിലിലായിരുന്നു, അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ട അവസ്ഥയിലായിരുന്നു. രണ്ടാമത്തെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് മെൻഷവിക്കുകളുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. ബോൾഷവിക്കുകൾ എന്ന ലെനിൻ്റെ പാർട്ടിക്ക് പിന്തുണ അതിലും കുറവായിരുന്നു. അവരുടെ നേതാക്കളും ജയിലിലായിരുന്നു. ലെനിനാണെങ്കിൽ പ്രവാസത്തിലുമായിരുന്നു. തെരുവ് അതിൻ്റെ നേതാക്കളെ സൃഷ്ടിച്ചു. അതാണ് റഷ്യൻ വിപ്ലവം. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, പട്ടാളക്കാർ, സോഷ്യലിസ്റ്റുകൾ, ചരിത്രത്തിൽ പേരില്ലാത്തവർ, അവർ കൈകളിൽ ചുവന്ന നാടകൾ കെട്ടിയും ബട്ടൺ ഹോളുകളിൽ റിബണുകൾ ഞാത്തിയും വിപ്ലവത്തെ വരവേറ്റു. സമരക്കാർക്ക് വീട്ടിലേക്ക് വിളിച്ചവർ ഭക്ഷണം കൊടുത്തു. കടക്കാർ അവരുടെ ഉൾമുറികളിൽ ജനങ്ങളെ സുരക്ഷിതമായി ഒളിപ്പിച്ചു. നേതാക്കളുടെ ആവശ്യങ്ങൾക്കായി കുട്ടികൾ ദൂതുപോയി. മുതിർന്ന പട്ടാളക്കാർ പോലും ആ കുട്ടികളുടെ ആജ്ഞകൾ അനുസരിച്ചു. തെരുവിലെ ജനങ്ങൾ ഒരു അദൃശ്യ വലയാൽ പരസ്പരം ബന്ധിതരായി. അങ്ങനെ വിപ്ലവം വിജയിച്ചു. ഫെബ്രുവരി 27 ഉച്ച കഴിഞ്ഞപ്പോൾ എല്ലാ പ്രക്ഷോഭകരും പെട്രോഗാഡിലെ തുറൈഡ് കൊട്ടാരത്തിൻ്റെ മുന്നിലെത്തി. അതിമനോഹരമായ ആ കൊട്ടാരം ചരിത്ര പ്രാധാന്യമുള്ള നിരവധി സംഭവങ്ങൾക്ക് വേദിയായി. ആ കൊട്ടാരത്തിൻ്റെ ഒരു വശത്ത് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടി. ചില രാഷ്ട്രീയ നേതാക്കളും അവിടെ എത്തി. അന്നത്തെ ഏറ്റവും വലിയ പാർട്ടിയായ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടിയുടെ നേതാവ് കെരൻസ്കി, മെൻഷവിക്കുകളുടെ നേതാവ് നിക്കോളായ് ചെക്കിഡ്സെ, അങ്ങനെ ജയിലിലല്ലാത്തവരും നാട് കടത്തപ്പെടാത്തവരുമായ എല്ലാ ആളുകളും അവിടെ എത്തി. അവരെല്ലാം പെട്രോഗാഡിൽ ഒരു സോവിയറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പണ്ട് 1905 ബ്ലഡി സൺഡേ വിപ്ലവത്തിന് ശേഷം ഒരു സോവിയറ്റ് അന്ന് രൂപീകരിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന് പറയുന്ന പോലെ ഒന്നാണ് അവരന്നവിടെ ഉണ്ടാക്കിയത്. സോവിയറ്റ് എന്നത് തൊഴിലാളികളും കർഷകരും ബുദ്ധിജീവികളും പട്ടാളക്കാരും ചേർന്ന ഒരു സമിതിയായിരുന്നു. അത് രൂപീകരിക്കപ്പെട്ടാൽ അതിനായിരിക്കും അധികാരം. ഒരു പ്രാദേശിക ഭരണകൂടമായി അത് മാറാൻ പോവുകയാണ്. രാജാധികാരത്തെ ഇനി അവർ വകവയ്ക്കുകയില്ല. അന്ന് വൈകിട്ട് ചേർന്ന പെട്രോഗാഡ് സോവിയറ്റിൽ എത്ര പേര് പങ്കെടുത്തു എന്നത് നമുക്ക് കൃത്യമായ കണക്ക് ഇപ്പോഴില്ല. പ്രക്ഷോഭകാരികൾ അധികവും കൊട്ടാരത്തിന് മുന്നിലെ തെരുവിലായിരുന്നു. ബാക്കിയുള്ളവർ, അതായത് തൊഴിലാളികളുടെ പ്രതിനിധികൾ, പട്ടാളക്കാരുടെ പ്രതിനിധികൾ എന്നിവരെല്ലാം കൂടി മൊത്തം ഒരു 600,000 പേർ വരെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
തൊഴിലാളികൾ പങ്കെടുത്തോ അതോ അവരുടെ പേരിൽ പ്രതിനിധികളായത് ബുദ്ധിജീവികളാണോ എന്ന കാര്യത്തിനും ഉറപ്പില്ല. ആ സോവിയറ്റ് ഭരണകാര്യങ്ങൾക്കായി ഒരു എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുത്തു എന്നത് ശരിയാണ്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്നതിനും രേഖയില്ല. 3 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിലൊന്ന് സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടിയുടെ നേതാവ് അലക്സാണ്ടർ കരൻസ്കി, മെൻഷെവിക് പാർട്ടിയുടെ നേതാക്കളായ നിക്കോളാസ് ചിക്കിഡ്സെയും മിഖായൽ സ്കോബേലവും. അന്ന് തൊഴിലാളി വർഗം ശക്തമായ പെട്രോഗാർഡ്, ആ പെട്രോഗാർഡിൽ പോലും സോഷ്യലിസ്റ്റുകൾക്കും മെൻഷെവിക്കുകൾക്കുമായിരുന്നു ഭൂരിപക്ഷം. ലെനിൻ്റെ പാർട്ടിയെ ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. ആ പാർട്ടിയാണ് വെറും 8 മാസത്തിനുള്ളിൽ റഷ്യയുടെ സർവാധികാരം പിടിക്കുന്ന രീതിയിലേക്ക് വളരാൻ പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഈ സമയം തുറയുടെ കൊട്ടാരത്തിൻ്റെ മറ്റൊരു വശത്ത് വേറൊരു യോഗം കൂടി നടക്കുന്നുണ്ടായിരുന്നു. അവർ ഈ സോവിയറ്റിന് സമാന്തരമായി മറ്റൊരു അധികാര കേന്ദ്രം ഉണ്ടാക്കുകയായിരുന്നു. സ്റ്റേറ്റ് ഡൂമ എന്ന ഒരു കടലാസ് പാർലമെൻറ്റിലെ അംഗങ്ങളായിരുന്നു അവർ. 1905 ബ്ലഡി സൺഡേ എന്ന ആ വിപ്ലവം കണ്ടു ഭയന്ന സമയത്ത് സാർ ചക്രവർത്തി ഉണ്ടാക്കിയിരുന്ന ഒരു പാർലമെൻ്റായിരുന്നു ഈ ഡൂമ. അതിൻ്റെ പ്രവർത്തനം വളരെ പരിമിതമായിരുന്നു. കാരണം സാറിന് തോന്നുമ്പോൾ പാർലമെൻറ്റ് പിരിച്ചുവിടുമായിരുന്നു. ഫെബ്രുവരിയിൽ വിപ്ലവം തുടങ്ങിയപ്പോഴും ചക്രവർത്തി ആ പാർലമെൻറ്റ് പിരിച്ചുവിട്ടിരുന്നു. പക്ഷേ ചക്രവർത്തിയുടെ അധികാരം തന്നെ ആരും അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ആ പാർലമെൻറ്റ് അംഗങ്ങൾ അവർക്ക് അധികാരമുണ്ട് എന്ന രീതിയിൽ മുന്നോട്ട് പോയി. രാജാവ് നിയമിക്കുമ്പോൾ ഈ പാർലമെൻറ്റിൽ ഏകദേശം 434 അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ എത്ര പേരാണ് അന്ന് തുറയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നത് എന്നതിന് നമുക്ക് കണക്കില്ല. ആ അംഗങ്ങൾ പൊതുവെ ജന്മിമാർക്കും സമ്പന്നവർഗത്തിനും അനുകൂലമായിരുന്നു. ആ പാർലമെൻറ്റിലെ ഒക്ടോബറിസ്റ്റുകൾ എന്ന പാർട്ടിക്ക് 98 അംഗങ്ങളുണ്ടായിരുന്നു. അവർക്ക് സാറിനോട് ചേർന്ന് പോകാനായിരുന്നു സമ്മതം. 59 അംഗങ്ങളുമായി കേഡറ്റുകൾ ഉണ്ടായിരുന്നു. അവർ ലിബറലുകളായിരുന്നു. അവർക്ക് ഭരണഘടനയും തെരഞ്ഞെടുപ്പും വേണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. റൈറ്റിസ്റ്റ് എന്ന പാർട്ടിക്ക് 65 അംഗങ്ങളുണ്ടായിരുന്നു. അവർ തനി വലതുപക്ഷമായിരുന്നു. സോഷ്യലിസ്റ്റുകൾക്കാകെ 10-15 പ്രതിനിധികൾ മാത്രമേ ആ പാർലമെൻറ്റിലുണ്ടായിരുന്നു. ആ പാർട്ടിയുടെ പ്രധാന പ്രതിനിധിയായിരുന്നു അലക്സാണ്ടർ കറൻസ്കി. ബോൾഷെവിക് പാർട്ടിയുടെ പ്രതിനിധി എന്ന പേരിൽ റോമൻ മലിനോവ്സ്കി എന്ന ഒരു സഖാവും ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി സാർ ചക്രവർത്തിയുടെ ഏജൻ്റായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആ പാർലമെൻറ്റിൽ മിതവാദികളും വലതുപക്ഷവും ആധിപത്യം നേടി. പെട്രോഗാർഡ് എന്ന നഗരകേന്ദ്രത്തിലെങ്ങനെ 2 അധികാര കേന്ദ്രങ്ങളായി മാറുകയാണ്. ഒന്ന് സോവിയറ്റും 2 പഴയ പാർലമെൻറ്റ് അംഗങ്ങളും. രണ്ടും ഒത്തുകൂടിയത് ഈ തുറയുടെ കൊട്ടാരത്തിൽ തന്നെ. റഷ്യയുടെ ചരിത്രത്തിൽ ഈ കൊട്ടാരത്തിനുള്ള പ്രാധാന്യവും ഇത് തന്നെ. ഈ സമയത്തും സാർ ചക്രവർത്തിക്ക് പ്രതീക്ഷ അസ്തമിച്ചിരുന്നില്ല. വിപ്ലവകാരികളെയെല്ലാം അടിച്ചൊതുക്കി വീണ്ടും ഭരണകൂട ശക്തി സ്ഥാപിക്കാൻ കഴിയുമെന്ന് പുള്ളി വെറുതെ മോഹിച്ചു. അതിനായി ഒരു ജനറലിനെ നിയോഗിക്കുകയും ചെയ്തു. പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല. വിപ്ലവകാരികൾക്കെതിരെ എന്ത് ചെയ്താലും കൂടുതൽ സൈനികർ വിപ്ലവപക്ഷം ചേരും, അത് ഉറപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുള്ളി പ്രതീക്ഷയോടെ കലാപം നടന്ന പെട്രോഗാർഡിലേക്ക് പുറപ്പെട്ടതാണ്. എന്നാൽ 273 കിലോമീറ്റർ അകലെയുള്ള സ്കോവ് എന്ന പട്ടണം വരെയേ പുള്ളിക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ വെൽ വിഷേഴ്സിൽ നിന്നുള്ള സന്ദേശങ്ങൾ കിട്ടി. സാറേ, ഈ ഭാഗത്തേക്ക് വരണ്ട, രാജാവ് എന്ന സ്ഥാനം രാജിവെച്ചാൽ ജീവനെങ്കിലും രക്ഷിക്കാം. സാർ ചക്രവർത്തി അങ്ങനെ വിധിക്ക് കീഴടങ്ങി. അങ്ങനെ പഴയ കലണ്ടർ പ്രകാരം 1917 മാർച്ച് 2 റഷ്യയിലെ സാർ ചക്രവർത്തി നിക്കോളസ് രണ്ടാമൻ സ്ഥാനത്യാഗം ചെയ്തു. ജനങ്ങളുടെ വിപ്ലവം സമ്പൂർണ്ണമായി വിജയിച്ചു. സാർ ചക്രവർത്തി സ്ഥാനത്യാഗം ചെയ്തെറിഞ്ഞ് റഷ്യയിലെ ജനങ്ങൾ ആനന്ദ തുന്തിലരായി. അവർ നൃത്തം ചെയ്തു. വീടുകളിലെ മേൽക്കൂരകളിലും ജനലുകളിലും ചുവപ്പ് കൊടികൾ പാറി. റഷ്യൻ സാമ്രാജ്യത്തിൽ ഉടനീളം സാർ ചക്രവർത്തിയുടെ പതനം രാജ്യത്തിൻ്റെ മോചനമായി ആഘോഷിക്കപ്പെട്ടു. രാജകീയ ചിത്രങ്ങളായ റോമൻ മുദ്രകൾ, ഇരട്ടത്തലയൻ പരുന്തുകൾ, അതൊക്കെ ജനങ്ങൾ വലിച്ചുവാരി താഴെയിട്ട് ചവിട്ടിക്കൂട്ടി. അവർ പറഞ്ഞു, സാറില്ലാതെ ജീവിക്കാമോ എന്ന് ഞങ്ങളൊന്നും നോക്കട്ടെ. രാജാവ് സ്ഥാനത്യാഗം ചെയ്ത മാർച്ച് 2 തന്നെ സോവിയറ്റുകളും പാർലമെൻറ്റ് അംഗങ്ങളും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടായി. 2 അധികാര കേന്ദ്രങ്ങളായി മുന്നോട്ട് പോവുക എളുപ്പമല്ല. സമാധാനം എല്ലാവരുടെയും ആവശ്യമായി കഴിഞ്ഞിരുന്നു. വിപ്ലവത്തിൻ്റെ മറവിൽ മാഫിയ ഇറങ്ങി വീടുകൾ കയറി കൊള്ള ചെയ്യാൻ തുടങ്ങിയിരുന്നു. രാജ്യം പരിപൂർണ അരാജകത്വത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ. അവരെ നിയന്ത്രിക്കണം. അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തം എന്നത് ബാരക്കുകളിൽ നിന്നിറങ്ങിയ സൈനികരാണ്. അവരവിടേക്ക് തന്നെ തിരിച്ചെത്തിക്കണം. പക്ഷേ അവർക്ക് തിരിച്ചു പോകണമെങ്കിൽ ചില ഉറപ്പുകൾ വേണം.
മടങ്ങിച്ചെന്നാൽ രാജാവിനോട് കൂറുള്ള സൈനിക കമാൻഡർമാർ അവരെ കോർട്ട് മാർഷൽ ചെയ്യില്ല എന്ന ഒരു ഉറപ്പ് അവർക്ക് വേണം. യുവർ എക്സലൻസി പോലുള്ള ബഹുമാന സൂചകമായ സ്ഥാനപ്പേരുകൾ ഇനി അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അവർക്കിപ്പോൾ സോവിയറ്റിലാണ് വിശ്വാസം. അവരുടെ മേലധികാരികൾ എന്ത് ആജ്ഞ നൽകിയാലും അത് സോവിയറ്റുകളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാകരുത്. ഈ നിബന്ധനകളൊക്കെ സോവിയറ്റ് നേതാക്കൾ അംഗീകരിച്ചു. അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്നത് ഈ വിമത സൈനികർ തന്നെയായിരുന്നു. സോവിയറ്റുകൾ പാർലമെൻറ്റുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി. സോവിയറ്റ് പറഞ്ഞു, ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ ഞങ്ങൾ സർക്കാരിൻ്റെ ഒപ്പം ഉണ്ടാകും. അങ്ങനെ ഫെബ്രുവരി വിപ്ലവം വിജയിച്ച കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി വിപ്ലവം രാജഭരണത്തിനെതിരായിരുന്നു. ഇരുണ്ട പഴയ റഷ്യ നിലംപതിച്ചു. പുതിയ വെളിച്ചം, സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം, പുതിയ റഷ്യയുടെ ഉദയം, മഹത്തായ വിപ്ലവം, അങ്ങനെയൊക്കെ അത് വ്യാഖ്യാനിക്കപ്പെട്ടു. രാജഭരണത്തോടൊപ്പം അതിനെ നിലനിർത്തിയിരുന്ന പോലീസ്, പട്ടാളം, പള്ളി, ഉദ്യോഗസ്ഥ സംവിധാനം എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്നടിഞ്ഞു. രാജപക്ഷത്തുള്ളവർ പലയിടത്തും ഉണ്ടായിരുന്നു. അവർ താൽക്കാലിക പാർലമെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും ഇനി അതൊന്നും വേണമെന്ന് തോന്നിയില്ല. ജീവനായിരുന്നു മുഖ്യം. പള്ളിക്ക് വേണ്ടിയും രാജാവിന് വേണ്ടിയും ഒരു വാക്ക് മിണ്ടിയാൽ തല കഴുത്തിൽ കാണില്ലെന്ന് അവർക്കറിയാമായിരുന്നു. സർ ചക്രവർത്തി വീട്ടുതടങ്കലിലായി. കുറച്ചു നാൾ കഴിഞ്ഞ് ആ രാജകുടുംബത്തെ സൈബീരിയയിലേക്ക് കൊണ്ടുപോയി. ഇംഗ്ലണ്ടിലെ ജോർജ് അഞ്ചാമൻ രാജാവ് അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ ലേബർ പാർട്ടി ആ ക്ഷണത്തെ എതിർത്തു. അതോടെ സർ ചക്രവർത്തിയുടെ കുടുംബത്തിൻ്റെ ഭാവി തുലാസിലായി. വിപ്ലവം ജയിക്കാനായി പണിയെടുത്തത് തൊഴിലാളികളും പട്ടാളക്കാരുമായിരുന്നു എങ്കിലും, പ്രത്യേകിച്ചും എല്ലാം തുടങ്ങി വെച്ചത് തൊഴിലാളി സ്ത്രീകളായിരുന്നു എങ്കിലും, താൽക്കാലിക സർക്കാരിൽ അവർ ആരും ഉണ്ടായിരുന്നില്ല. ഇൻക്വിലാബിലൂടെ രാജാവിനെ താഴെയിറക്കാൻ തെരുവിലിറങ്ങിയ മനുഷ്യരുടെ ചെലവിൽ ഒരിക്കലും മേലനങ്ങിയിട്ടില്ലാത്ത കുലീനവർഗ പ്രതിനിധികൾ താൽക്കാലിക ഗവൺമെൻറ്റിലെ ഓരോ പദവികളിലേക്കും വന്നു. റഷ്യയുടെ പ്രധാനമന്ത്രിയായി നിയോഗിക്കപ്പെട്ടത് തന്നെ ഒരു പ്രിൻസ് ആയിരുന്നു. അവൻ്റെ പേര് ജോർജ് ലോ. ഈ വാർത്തയറിഞ്ഞപ്പോൾ ഒരു പട്ടാളക്കാരൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഈ ചെയ്തതൊക്കെ സാർ ചക്രവർത്തിക്ക് പകരം ഒരു രാജകുമാരനെ കൊണ്ടുവരാനാണ്. ആ പുതിയ ഗവൺമെൻറ്റിൽ ഒരാൾ മാത്രമാണ് പാവങ്ങളുടെ പ്രതിനിധിയായി ഉണ്ടായിരുന്നത്. സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന അലക്സാണ്ടർ കറൻസ്കി. മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് സ്ഥാനത്തേക്ക് അദ്ദേഹമാണ് വരുന്നതെന്നറിഞ്ഞപ്പോൾ മാത്രം ജനങ്ങൾ ആഹ്ലാദത്തോടെ ആ വാർത്തയെ വരവേറ്റു. അദ്ദേഹം ജനങ്ങളുടെയും ബുദ്ധിജീവി വർഗത്തിൻ്റെയും കണ്ണിലുണ്ണിയായിരുന്നു. റഷ്യയുടെ കവിയായിരുന്നു. റഷ്യക്കാരുടെ ഹൃദയത്തിലെ കിരീടം വയ്ക്കാത്ത രാജ, ഉജ്ജ്വലനായ ഒരു പ്രഭാഷകൻ. കേൾവിക്കാരുടെ ഹൃദയ തന്തികളിലേക്ക് അവരറിയാതെ കയറിപ്പോകുന്ന ഒരു സ്ഥിതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. റഷ്യൻ സമൂഹത്തിൻ്റെ മനസ്സിൽ നിന്നും സാർ ഇറങ്ങിപ്പോയപ്പോൾ അവിടേക്ക് അദ്ദേഹം ഒരു കൾട്ട് ദൈവമായി കയറിക്കൂടി. അദ്ദേഹം ജനങ്ങളെ നിരാശയൊന്നുമാക്കിയില്ല. അദ്ദേഹം അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം പൊട്ടുന്നതിനെ നിയമങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. റഷ്യൻ പൗരൻ്റെ സംസാര സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം, ഒത്തുകൂടൽ സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. വിവേചനങ്ങൾ അവസാനിപ്പിച്ചു. മതത്തിൻ്റെ പേരുള്ളത്, വംശത്തിൻ്റെ പേരിലുള്ളത്, ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം എല്ലാം അവസാനിപ്പിച്ചു. സാർ ഭരണകാലത്ത് ജയിലിലടയ്ക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയ തടവുകാരെ അദ്ദേഹം മോചിപ്പിച്ചു. ഇതിലൂടെ ബോൾഷെവിക്കുകൾ, മെൻഷെവിക്കുകൾ, സോഷ്യലിസ്റ്റ് റവല്യൂഷണറികൾ എന്നിവർ ജയിലിൻ്റെ പുറത്തെത്തി. റഷ്യയിൽ ആദ്യമായി മരണശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചതും ഈ സർക്കാരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, എല്ലാ പൗരന്മാർക്കും, അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വോട്ടവകാശം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഭരണഘടന അസംബ്ലി അവർ തിരഞ്ഞെടുക്കാൻ പദ്ധതിയിട്ടു. നമ്മൾ 1947 ചെയ്തതുപോലെ. ഫെബ്രുവരി വിപ്ലവം ഒരു പുതിയ ജനാധിപത്യ സംസ്കാരം തന്നെ സൃഷ്ടിച്ചു. ആളുകൾ തങ്ങൾ ഡെമോക്രാറ്റാണ് എന്ന് പറഞ്ഞു തുടങ്ങി. ഡെമോക്രസി എന്ന പാശ്ചാത്യ ആശയം റഷ്യയിൽ പൊട്ടുന്നതിനെ സ്വാഗതം ചെയ്യപ്പെട്ടു. അവർ സഹജീവികളെ സഖാവ് എന്ന രീതിയിൽ സംബോധന ചെയ്തു തുടങ്ങി. പണ്ട് ആ വാക്ക് തൊഴിലാളി വർഗവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു ആശയമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വർഗപരമല്ല. ജനാധിപത്യം എന്ന ആശയം എല്ലാറ്റിനെയും മേലെയായി. ശത്രു ബൂർഷാസി ആണ് എന്ന മറ്റൊരു കോൺസെപ്റ്റും അവിടെ വന്നു. ജനങ്ങളുടെ മനോഭാവത്തിൽ വമ്പിച്ച മാറ്റമാണ് പ്രകടമായത്. പഴയകാല അധികാര രൂപങ്ങളെ മുഴുവൻ തിരസ്കരിക്കാൻ അവർ വെമ്പി. ജഡ്ജിമാർ, പോലീസ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, സൈന്യം, പള്ളിയിലച്ചന്മാർ, അധ്യാപകർ, തൊഴിലുടമകൾ, ഭൂവുടമകൾ, ഗ്രാമമുഖ്യന്മാർ, ഭർത്താക്കന്മാർ, അത്തരത്തിലുള്ള എല്ലാ അധികാര രൂപങ്ങളെയും അവർക്ക് തകർത്തെറിയാൻ തോന്നി. ആ താൽക്കാലിക ഗവൺമെൻറ് ചെയ്തു തീർക്കാൻ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ലോകയുദ്ധം നടക്കുകയാണ്.
അതിലൊരു വശത്ത് ഇപ്പോഴും റഷ്യയുണ്ട്. ചക്രവർത്തി സർ നിക്കോളസിൻ്റെ കാലത്ത് തുടങ്ങിയ യുദ്ധമാണ്. ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഭൂപരിഷ്കരണം. റഷ്യയിലെ നഗരങ്ങളിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിലും ഗ്രാമങ്ങൾ മുഴുവൻ കർഷകരായിരുന്നു. അവർ ജന്മിമാരുടെ ചൂഷണത്തിൽപ്പെട്ട് വലയുകയുമായിരുന്നു. ഭൂപരിഷ്കരണത്തിലൂടെ മാത്രമേ ജന്മിത്തം അവസാനിപ്പിക്കാനാകൂ. പെട്രോഗാഡ് സോവിയറ്റ് തന്നെ മുൻകൈയെടുത്ത് കർഷകരുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. റഷ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 1115-ലധികം കർഷക പ്രതിനിധികൾ അതിൽ പങ്കെടുത്തു. ഇതിൽ ഭൂരിഭാഗവും സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടി അംഗങ്ങളായിരുന്നു. കാരണം കർഷകരുടെ പിന്തുണ കൂടുതലും അവർക്കായിരുന്നല്ലോ. ആ സമ്മേളനം 111 പേരെ ഓൾ റഷ്യൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് പെസന്റ് ഡെപ്യൂട്ടീസ് ആയി തിരഞ്ഞെടുത്തു. അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു, ഉടൻ ഭൂപരിഷ്കരണം വേണം. എന്നാൽ താൽക്കാലിക സർക്കാരിലെ സോഷ്യലിസ്റ്റുകൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് കുറച്ചുകൂടി കാത്തിരിക്കാനാണ്. തെരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനാപരമായ ഒരു അസംബ്ലി രൂപീകരിച്ച് പുതിയ സർക്കാർ ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ എന്നവർ സ്നേഹത്തോടെ പറഞ്ഞു. സോഷ്യലിസ്റ്റുകൾ പറഞ്ഞതിൽ ന്യായവും ഉണ്ടായിരുന്നു. അപ്പോഴുണ്ടായിരുന്ന താൽക്കാലിക സർക്കാരിൽ വലതുപക്ഷത്തിനായിരുന്നു ഭൂരിപക്ഷം. സോഷ്യലിസ്റ്റുകൾക്ക് അധികമൊന്നും ആ സെറ്റപ്പിൽ ചെയ്യാനാകില്ല. ഒരു ഇലക്ഷൻ നടന്നാൽ ഉറപ്പായും ഭൂരിപക്ഷം കിട്ടുക സോഷ്യലിസ്റ്റുകൾക്കും മെൻഷെവിക്കുകൾക്കുമായിരിക്കും. കാരണം അവർക്കാണ് കർഷകർക്കിടയിലും തൊഴിലാളികൾക്കിടയിലും സ്വാധീനം. അങ്ങനെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സർക്കാർ വന്നാൽ ഭൂപരിഷ്കരണം ഈസിയാണ്. പക്ഷേ ഇലക്ഷൻ വരെ ആര് ക്ഷമിക്കുന്നു? ചിലയിടത്ത് യഥാർത്ഥ രാഷ്ട്രീയ അധികാരം സോവിയറ്റുകൾക്കായിരുന്നു എന്നതായിരുന്നു സത്യം. ചില ഗ്രാമങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളെപ്പോലെയാണ് പെരുമാറിയിരുന്നത്. അവർക്ക് ഇലക്ഷൻ വരെ കാത്തിരിക്കാനോ ഭരണഘടന ഉണ്ടാക്കാനോ ഉള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. ജൂൺ മാസമായപ്പോഴേക്കും ഭൂവുടമകളിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുന്ന പ്രക്രിയ വ്യാപകമായി. ഗ്രാമീണ കർഷകർ ഭൂവുടമകളുടെ വീടുകളിൽ കയറി അവരുടെ കളപ്പുരകളിൽ നിന്ന് ധാന്യങ്ങൾ വണ്ടികളിൽ കടത്തി. തൊഴിലാളികളും കർഷകരെ പോലെ തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഫെബ്രുവരി വിപ്ലവം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ പ്രതീക്ഷകൾ വാനം പോലെ ഉയർന്നതാണ്. ഏപ്രിലും ജൂലൈയിലും ഇടയ്ക്ക് ഏകദേശം 5 ലക്ഷം തൊഴിലാളികൾ ഈ സർക്കാരിനെതിരെ പണിമുടക്കി. പക്ഷേ ആ പണിമുടക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല, അഭിമാനമായിരുന്നു അവരുടെ പ്രശ്നം. നീ എന്ന് വിളിക്കരുത് എന്നായിരുന്നു അവരുടെ ഒരാവശ്യം. കാരണം റഷ്യയിൽ സർഫുകളെയും മൃഗങ്ങളെയുമാണ് നീ എന്ന് വിളിച്ചിരുന്നത്. ദിനം 8 മണിക്കൂർ മാത്രം തൊഴിൽ എന്നതായിരുന്നു അവരുടെ മറ്റേ ആവശ്യം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം വേണം എന്നതായിരുന്നു മൂന്നാമത്തെ ആവശ്യം. കൂറ്റൻ അവകാശ പ്രകടന ജാഥകൾ അവിടെ നടന്നു. ആ ജാഥകൾക്ക് ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. പണ്ടവർ നടത്തിയിരുന്ന ജാഥകളിൽ തൊഴിലാളികളെ കണ്ടിരുന്നത് കൂറ വേഷത്തിലായിരുന്നു. എന്നാൽ അന്നത്തെ ജാഥകളിൽ അവർ ആദ്യമായി സ്യൂട്ടും കോളറുകളുമുള്ള ഷർട്ടുകളൊക്കെ ധരിച്ച് പ്രത്യക്ഷപ്പെട്ടു. തൊഴിലാളി സംഘടനകൾ അതിവേഗം വളരുകയായിരുന്നു. താൽക്കാലിക ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റുകൾ തൊഴിലാളികളുടെ പ്രധാന ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു. പക്ഷേ മുതലാളിമാർ അവരുടെ ആവശ്യങ്ങൾ വകവെച്ചു കൊടുത്തില്ല. താൽക്കാലിക സർക്കാരിനെ അവരൊന്നും മുതലാളിമാരൊന്നും കൂട്ടാക്കിയില്ല. താൽക്കാലിക സർക്കാരിനാണെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനും കഴിഞ്ഞില്ല. കാരണം ആ സർക്കാരിൽ സോഷ്യലിസ്റ്റുകൾക്കായിരുന്നില്ല ഭൂരിപക്ഷം, വലതുപക്ഷക്കാർക്കായിരുന്നു. സോഷ്യലിസ്റ്റുകൾ കർഷകരോട് പറഞ്ഞ് ന്യായം തന്നെ തൊഴിലാളികളോടും പറഞ്ഞു. പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം ഒരു ഇലക്ഷൻ വന്നാൽ സോഷ്യലിസ്റ്റുകൾക്ക് ഭൂരിപക്ഷം കിട്ടും, അതുവരെ കാത്തിരിക്കുക. പക്ഷെ ആര് കേൾക്കാൻ? ഈ അസംതൃപ്തി ഉപയോഗപ്പെടുത്തിയാണ് ബോൾഷെവിക്കുകൾ ശരിക്കും വളരാൻ തുടങ്ങിയത്. ലെനിൻ പ്രവാസത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആഹ്വാനം ചെയ്തു, എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക്. ലെനിൻ ഉദ്ദേശിച്ചതാണ്. ഇപ്പോൾ 2 അധികാര കേന്ദ്രങ്ങളാണ്, സോവിയറ്റുകളും താൽക്കാലികമായ പാർലമെൻറ്റും. അത് പറ്റില്ല, അധികാരം സോവിയറ്റുകൾക്ക് മാത്രം കിട്ടണം. സ്വാഭാവികമായും ആ മുദ്രാവാക്യം തൊഴിലാളികളെ ആകർഷിച്ചു. ഭരണഘടന, ഇലക്ഷൻ, വോട്ടെണ്ണൽ, ഭരണപക്ഷം, പ്രതിപക്ഷം, ഇത്തരം കാര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേൾവി പോലുമില്ലായിരുന്നു. എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക് എന്ന ബോൾഷെവിക്കുകളുടെ ആഹ്വാനം കേട്ടപ്പോൾ പാവപ്പെട്ട തൊഴിലാളികൾക്ക് തോന്നിയത് അവർക്ക് അധികാരം കിട്ടും എന്നാണ്. തൊഴിലാളിക്ക് അധികാരം എന്ന മുദ്രാവാക്യം ഒരു തക്കിയ ആയിരുന്നെന്ന് പിന്നീട് 1 വർഷത്തിനുള്ളിൽ തന്നെ തെളിഞ്ഞു. ഒരു തൊഴിലാളിക്കും ഒരു കാലത്തും ഒരിടത്തും അധികാരം കിട്ടിയില്ല. വിപ്ലവം നടന്ന എല്ലാ ഇടങ്ങളിലും ലെനിനെ പോലുള്ള മുഴുവൻ സമയ പാർട്ടി തൊഴിലാളികളാണ് അധികാരത്തിൽ വന്നത്. വിപ്ലവ തൊഴിലാളികൾക്കും ബുദ്ധിജീവികൾക്കും അധികാരം കൈക്കലാക്കാൻ ഉതകുന്ന തന്ത്രം മാത്രമായിരുന്നു സോവിയറ്റുകളുടെ അധികാരത്തിന് വേണ്ടിയുള്ള ലെനിൻ്റെ മുദ്രാവാക്യം. അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പ്രയോഗിക്കപ്പെട്ട ഒരു ചതിയായിരുന്നു. യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. താൽക്കാലിക സർക്കാരിലെ സോഷ്യലിസ്റ്റുകൾ ശ്രമിച്ചിരുന്നത് ഇലക്ഷൻ നടത്താനായിരുന്നല്ലോ.
വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന ജനാധിപത്യമുള്ള ഭരണഘടന ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. എന്നാൽ ലെനിൻ്റെ പാർട്ടിയുടെ ആശയപ്രകാരം തൊഴിലാളി വർഗ സർവാധിപത്യമാണ് സ്ഥാപിക്കേണ്ടത്. ഇലക്ഷനും വേണ്ട, ബൂർഷ്വാ ഭരണഘടനയും വേണ്ട. റഷ്യയ്ക്ക് ഒരു ഭരണഘടനയും ബഹുകക്ഷി ജനാധിപത്യ സമ്പ്രദായവും വന്നാൽ അധികാരത്തിൽ ഒരിക്കലും വരാൻ കഴിയില്ലെന്ന് ലെനിനും അദ്ദേഹത്തിൻ്റെ ബോൾഷെവിക് പാർട്ടിക്കും അറിയാമായിരുന്നു. കാരണം തൊഴിലാളി വർഗം ഉണ്ടായിരുന്ന പെട്രോഗാഡ് പോലുള്ള നഗരങ്ങളിൽ മാത്രമേ ലെനിൻ്റെ പാർട്ടിക്ക് ചെറുതായിട്ടെങ്കിലും വരുള്ളൂ. ഗ്രാമാന്തരങ്ങളിൽ കർഷകരാണ്, അവർക്ക് സോഷ്യലിസ്റ്റുകൾ മാത്രമേ അറിയൂ. ഇലക്ഷൻ നടന്നാൽ അവരുടെ വോട്ടാണ് നിർണായകം, അവർ തന്നെ വിജയിച്ച് കയറും. ഇത് തിരിച്ചറിഞ്ഞ ലെനിൻ റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനാണ് എല്ലാ ഊർജവും ചെലവഴിച്ചത്. ആ ഗൂഢോദ്ദേശത്തിലാണ് എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം അദ്ദേഹം വിളിച്ചത്. 1948 ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തതിൻ്റെ ഒരു പ്രീക്വൽ ആയി ഇതിനെ കരുതാം. 1947 നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക സർക്കാർ എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തി ഒരു ഭരണഘടന നിർമ്മിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സർക്കാരിനെ തകർക്കാൻ വേണ്ടി തൊഴിലാളി സമരങ്ങളും കലാപങ്ങളും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ അഴിച്ചുവിട്ടിരുന്നു. 1950 വരെ ക്ഷമിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ക്ഷമയുണ്ടായി. എന്നാൽ റഷ്യയിലെ തൊഴിലാളികൾക്കും കർഷകർക്കും ആ ക്ഷമയുണ്ടായില്ല. അവർ ബോൾഷെവിക്കുകളുടെ മോഹന മുദ്രാവാക്യങ്ങളിൽ കുടുങ്ങിപ്പോയി. ജനാധിപത്യം പ്രവർത്തിക്കുന്നത് അല്പം സ്ലോവിലായിരിക്കുമെന്ന യാഥാർത്ഥ്യം ലെനിന് അറിയാമായിരുന്നു. എന്നാൽ എല്ലാം മറച്ചു വെച്ച് അദ്ദേഹം എല്ലാ പോരായ്മകൾക്കും സോഷ്യലിസ്റ്റുകളെയും മെൻഷവിക്കുകളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദിവസത്തിൽ 8 മണിക്കൂർ മാത്രം സമയം ജോലി എന്ന നിയമം മുതലാളിമാർ സമ്മതിക്കാത്തതിന് കാരണം എന്താണ്? സോഷ്യലിസ്റ്റുകളുടെ കഴിവില്ലായ്മ. റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറാത്തത് എന്തുകൊണ്ടാണ്? സോഷ്യലിസ്റ്റുകൾ വിചാരിക്കാത്തത് കൊണ്ട്. ജന്മിമാരിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമിക്ക് നിയമസാധുത കിട്ടാത്തത് എന്തുകൊണ്ടാണ്? സോഷ്യലിസ്റ്റുകൾക്ക് ആത്മാർത്ഥതയില്ലാത്തതിനാൽ. ഭക്ഷ്യക്ഷാമത്തിൻ്റെ കാരണം എന്താണ്? ബൂർഷ്വാ പാർട്ടികളുമായുള്ള സോഷ്യലിസ്റ്റുകളുടെ സഹകരണം. ഇത്തരം നുണപ്രചരണങ്ങളോടൊപ്പം പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സമാധാനം എന്ന് പറഞ്ഞ മറ്റൊരു ക്യാമ്പയിൻ കൂടി അവർ തുടങ്ങി വെച്ചു. ഇലക്ഷനും ഭരണഘടനയുമൊക്കെ ബൂർഷ്വാസിക്ക് വേണ്ടിയാണെന്ന പ്രചരണവും ശരിക്കേറ്റു. ക്ഷമയില്ലാത്ത തൊഴിലാളികളെല്ലാം ബോൾഷെവിക്കുകളായി മാറിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് 2 പുതിയ സംവിധാനങ്ങൾ കൂടി ബോൾഷെവിക്കുകൾ തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കി. അതിലൊന്നാണ് ഫാക്ടറി കമ്മിറ്റികൾ. പണ്ട് മുതലാളിമാർ തൊഴിലാളികളെ ഒതുക്കാൻ വേണ്ടി ഫാക്ടറി ലേ ഓഫ് ചെയ്യുമായിരുന്നു, പൂട്ടിയടയ്ക്കൽ. അത് സംഭവിക്കാതിരിക്കാനാണ് ഈ ഫാക്ടറി കമ്മിറ്റി. രണ്ടാമത്തേതാണ് ഫാക്ടറി സംരക്ഷണ സേന. ഫാക്ടറി സംരക്ഷിക്കാൻ എന്ന ഭാവേന തൊഴിലാളികളെ ആയുധമണിയിക്കാൻ ഈ തന്ത്രത്തിലൂടെ സാധിച്ചു. ഈ 2 സംവിധാനങ്ങളും ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലുമായിരുന്നു. തൊഴിലാളി വർഗ ഐക്യം ഒന്നുകൂടി അങ്ങനെ പുഷ്പിക്കപ്പെട്ടു. പെട്രോഗാഡിൽ മാത്രം 20,000 ആയുധധാരികളായ തൊഴിലാളികൾ, അവർ റെഡ് ഗാർഡ്സ് എന്നറിയപ്പെട്ടു. സുഹൃത്തുക്കളെ, ഈ റെഡ് ഗാർഡ്സ് ആണ് ഇനി മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന ഒക്ടോബർ മാസത്തിലെ അട്ടിമറിക്ക് നിർണായകത്വം വഹിക്കാൻ പോകുന്നത്. ലെനിൻ്റെ ഒരു പ്രധാന സൈനിക ശക്തിയായി ഇവർ മാറാൻ പോവുകയാണ്. ഈ റെഡ് ഗാർഡിനെ വെച്ചാണ് ട്രൊഡോസ്കി പിന്നീട് ചുവപ്പ് സൈന്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതൊക്കെ നടക്കണമെങ്കിൽ ലെനിൻ പെട്രോഗാഡിൽ എത്തിച്ചേരേണ്ടതുണ്ട്. ഇപ്പോൾ അദ്ദേഹം റഷ്യക്കാർക്ക് അപരിചിതനാണ്. 1905-1906 കാലത്ത് 6 മാസം അദ്ദേഹം പെട്രോഗാഡിൽ വന്ന് താമസിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ 17 വർഷക്കാലം അദ്ദേഹം യൂറോപ്പിൽ പ്രവാസിയായിരുന്നു. താൻ അടുത്ത് തന്നെ ഏകാധിപതിയായി വാഴാൻ പോകുന്ന ഒരു നാടിനെപ്പറ്റി അനുഭവിച്ചുള്ള ഒരറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലെനിൻ ശരിയായ സമയത്ത് പ്രത്യക്ഷപ്പെടാനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. 1917 ഏപ്രിൽ 3 സമയം രാത്രി പെട്രോഗാഡിലെ ഫിൻലൻഡ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു വണ്ടി വന്നു. വർഷങ്ങളുടെ അപരിചിതത്വം തുളുമ്പുന്ന മുഖഭാവത്തോടെ ലെനിൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. സ്റ്റേഷന് പുറത്തെ ചത്വരത്തിൽ കുറേ ആളുകൾ തിങ്ങിക്കൂടി നിന്നിരുന്നു. അവരിലധികം പേരും ചുവന്ന കൊടികൾ പിടിച്ച തൊഴിലാളികളും പട്ടാളക്കാരുമായിരുന്നു. ലെനിൻ ചത്വരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇടിമുഴക്കം പോലൊരു ബാൻഡ് ഉച്ചത്തിൽ ഗാനമാലപിച്ചു. ലെനിൻ്റെ ആ മാസ് എൻട്രി പിന്നീട് 79 വർഷത്തെ റഷ്യയുടെ ഭാവിയെ നിർണയിച്ചു. സുഹൃത്തുക്കളെ, ഈ കഥ അടുത്ത എപ്പിസോഡിലും തുടരും. എന്തായിരുന്നു ലെനിൻ ഒക്ടോബറിൽ നടത്തിയ വിപ്ലവമെന്നും അത് ശരിക്കും ജനങ്ങൾ പങ്കെടുത്ത ഒരു വിപ്ലവമായിരുന്നോ അതോ അട്ടിമറിയായിരുന്നോ എന്നും നമ്മൾ അതിൽ പരിശോധിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.